ഹരേ കൃഷ്ണ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ചന്ദ്രൻ തന്നിഴൽ കൊണ്ടു കങ്കണമിടും കല്ലോലഹസ്തങ്ങളാൽ മന്ദം രാത്രി കളിന്ത കന്യ തുടയിൽ താളം പിടിച്ചിടവേ ഭൃംഗൗഖം ശ്രുതിമീട്ടുവാൻ തുടരവേ തൈത്തന്നൽ മൂളിയിടവേ ശാർങ്ങം പൂണ്ടപുരാൻ്റെ നാമപടലം പാടുന്നതെന്നാണു ഞാൻ. വളരെ വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ് നാളെ നമ്മൾ ഇവിടെ വന്നു ചേരുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി മോക്ഷദ ഏകാദശി എന്നുള്ള പ്രത്യേകത ഈ ഏകാദശിക്കുണ്ട് എന്നാണ്. ഈ ഏകാദശി നമ്മൾ വ്രതമെടുത്തു കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുമെന്ന, മോക്ഷത്തിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഭക്തിയുടെ തലത്തിലേക്ക് ഉയരും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഈ ദിവസമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിവസം, ഈ ദിവസമാണ് എന്നത്. അതുമാത്രമല്ല, പിന്നെ ഭഗവാൻ അർജുനന് മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത്, മഹാഭാരത യുദ്ധം നടന്നത് ഈ കാലഘട്ടത്തിലാണ്. വൃശ്ചിക മാസം ധനുമാസം അതിൻ്റെ ഇടയിലുള്ള ഈ ദിവസങ്ങളിലാണ് ഈ മഹാഭാരത യുദ്ധം നടന്നത് എന്നാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് അർജുനന് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ച ദിവസം, ഭഗവത്ഗീതയുടെ അവതാരം നടന്ന ദിവസം, ഹാപ്പി ബർത്ത്ഡേ ഓഫ് ഭഗവത്ഗീത, അതാണ് നാളെ എന്നാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയുടെ വാസ്തവത്തിൽ എന്താണ് സാരം? സർവധർമാൻ പരിത്യജ്യാമാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്നതാണ് ഭഗവത്ഗീതയുടെ അന്തഃസാരമായിട്ടുള്ളത്. അതായത് എല്ലാം ഉപേക്ഷിക്കുന്നതാണ് മാമേകം ശരണം വ്രജ എന്നാണ് പറയുന്നത്. ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കൂ. അങ്ങനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അറിയാതെ നമ്മളുടെ കടമകളും കർത്തവ്യങ്ങളൊക്കെ അറിയാതെ നമ്മൾ വിട്ടുപോകും. അത് നിറവേറ്റപ്പെട്ടുകൊള്ളും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അങ്ങനെ മാമേകം ശരണം വ്രജ എന്ന് അർജുനനോട് ഉപദേശിച്ച ഭഗവാൻ അർജുനനെ അടിക്കുന്നത് പോലെ ഒരു വാക്ക് ഭഗവാൻ പറഞ്ഞു. എന്താണ്? ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈദത്വ യുവപദ്ധ്യതേ ക്ഷുർദ്ധം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. അർജുന, നെയ്യ് ആ കുന്തിദേവിയുടെ മകനല്ലേ പാർത്ഥ എന്നാണ് പറയണത്. കുന്തിദേവിയുടെ മകനല്ലേ അർജുന നെയ്യ് ധൈര്യം, ആണും പെണ്ണും കെട്ട ഈ സ്വഭാവം എന്തിനാ അർജുന നിനക്ക്? നിന്നെ ആളുകൾ എന്ത് പറയും അർജുന? അറിയാമായിരുന്നില്ലേ? എൻ്റെ ബന്ധുക്കളെയാണ് കൊല്ലാൻ ഇവിടെ എതിർഭാഗത്ത് നിന്ന് അറിയായിരുന്നില്ലേ അർജുന നിനക്ക്? അതുകൊണ്ട് ഒരിക്കലും നിനക്ക് ചേർന്നതല്ല, വില്ലാളി വീരനായിട്ടുള്ള അർജുനനെ ചേർന്നതല്ല ഈ നിലപാട്. അതുകൊണ്ട് അർജുന, ഈ ഹൃദയത്തിൻ്റെ ഈ ചില തോന്നലുകളുണ്ടല്ലോ, ഇതിന് കരുണ എന്നല്ല പറയുക, ദൗർബല്യം എന്നാണ് പറയുക. അതുകൊണ്ട് അനാവശ്യമായ ദൗർബല്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അർജുന യുദ്ധം ചെയ്യാനായിട്ട് എഴുന്നേൽക്കൂ അർജുന എന്ന് ഭഗവാൻ പറയുന്നത്. ഈ വാക്ക് കേട്ടു നമ്മൾക്കെല്ലാവർക്കും അതെ. അതായത് ഈ അവനവൻ്റെ കർമ്മരംഗത്ത് അതുകൂടി തളർന്നു നിൽക്കുന്ന പല പ്രതിസന്ധികളും തളർന്നു നിൽക്കുന്ന ഓരോരുത്തരെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ക്ലൈം ബ്രഹ്മാസ്മഗമ. ഒരിക്കലും രണ്ടും കെട്ട അവസ്ഥ ഉണ്ടാവരുത് നിങ്ങൾക്ക്. നിങ്ങൾ ഭഗവാൻ എന്നെ സേവിക്കൂ, നിങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ അനുഗ്രഹം സ്വീകരിക്കൂ. എന്നിട്ട് നിങ്ങൾ കർമ്മരംഗത്ത്, നിങ്ങളുടെ ആ കർമ്മരംഗത്ത്, ഏതാ വാസ്തവത്തിൽ കർമ്മരംഗം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ എല്ലാവരും കർമ്മത്തിന് അധീനനാണ്. നമ്മൾ ചെയ്യുന്ന വാസ്തവത്തിൽ ഭക്തൻ ചെയ്യുന്ന കർമ്മം എന്താണ്? ഭഗവാനെ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഭക്തിയുത സേവനം ചെയ്യുക എന്നുള്ളത്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം. കർമ്മത്തിൽ നിന്നൊഴിയാൻ ആർക്കും സാധിക്കില്ല. ഭൗതികമായ കർമ്മങ്ങൾ പരിശുദ്ധമായി മാറുന്ന സമയത്ത് അത് ആത്മീയമായിട്ടുള്ള കർമ്മങ്ങളായി മാറുന്നു. അപ്പോൾ എന്താണ്? ഭഗവാനെക്കുറിച്ച് കേൾക്കുക, പിന്നെ ശ്രവണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ ലവിങ് സർവീസ്, നവവിധ ഭക്തി, ഈ ഒരു ലവിങ് സർവീസ് എന്നുള്ളത് അവനവനെ തന്നെ ഭഗവാనికి സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ അർജുനനെ കൊണ്ട് ആത്മസമർപ്പണം ചെയ്യിപ്പിച്ച് യുദ്ധഭൂമിയിൽ അർജുനനെ എഴുന്നേൽപ്പിച്ച് യുദ്ധം ചെയ്യാൻ പ്രേരണ കൊടുത്ത് വിജയശ്രീ ലാളിതനാക്കിയിട്ടുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നാണ് മോക്ഷദ ഏകാദശി എന്നത്. പിന്നെ ഭഗവാന് ഗോവിന്ദാഭിഷേകം നടന്ന ദിവസം ഈ ദിവസം തന്നെയാണ്.
അത്ഭുതകരമാണ്. ഈ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്ത്, ആ പരിസരത്ത് മുഴുവൻ വരുന്ന ഭക്തന്മാർ മുഴുവൻ ശംഖചക്ര ഗദാപത്മധാരികളായിട്ട് ദർശനം കൊടുത്തിട്ടുള്ള ദിവസം അതും ഈ പ്രത്യേക ദിവസം തന്നെയാണ് എന്നാണ്. വ്രതശുദ്ധിയോടുകൂടെ ഗുരുവായൂരപ്പനെ എല്ലാവർക്കും തൊഴാൻ സാധിക്കട്ടെ. ഇനി അഥവാ സാധിക്കില്ല, മനസ്സുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, മനസ്സുകൊണ്ട് സാധിക്കും നിർമാല്യം തൊഴാൻ. മനസ്സുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ എത്താൻ സാധിക്കും. ശാരീരികമായി എത്താൻ സാധിക്കും. എന്നാൽ മനസ്സുകൊണ്ട്, മനസ്സാണ് അവിടെ എത്തേണ്ടത് ആദ്യമായിട്ടാണ്. മനസ്സോടൊന്നും വല്ലയിടവൊന്നല്ല. ഏത് തിരക്കിലാണെങ്കിലും ഭഗവാന്റെ മുമ്പിൽ എത്താൻ നമ്മൾക്ക് സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് പൂർണ്ണമായിട്ടുണ്ടാവും. കാരണം ഇന്ന് രാവിലെ നട തുറന്നിട്ട് 3 മണിക്ക് നട തുറന്ന്, അതായത് ദശമി ദിവസം നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് നട അടയ്ക്കുന്നത്? ഏകാദശി മുഴുവൻ ഭക്തനെ കാണാനായിട്ട് ഭഗവാൻ സാന്നിധ്യം ചെയ്യാണ്. ദ്വാദശി ദിവസം രാവിലെ 9 മണി വരെ ഭഗവാൻ ഇരിക്കണില്ല, അവിടെ വിശ്രമിക്കണില്ല. നമ്മൾ വിശ്രമിക്കുന്നുണ്ട്, നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്, ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ ഭഗവാൻ വിശ്രമിക്കാതെ വരുന്ന ആളുകൾ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീകോവിലിൽ എഴുന്നള്ളി നിൽക്കുന്നു. ആ ശ്രീകോവിലിൽ എഴുന്നള്ളി നിൽക്കുന്ന ഭഗവാൻ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട്, അപ്പോൾ ഉൾപ്പുളകവും കണ്ണീരുമായി ഞാൻ തൃപ്പടിക്കു ചുവട്ടിൽ വരുന്നേരം ഭഗവാൻ പുഞ്ചിരി പൊഴിഞ്ഞുകൊണ്ട് നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പുഞ്ചിരി പൊഴിഞ്ഞൻ നേർക്കു നീട്ടും ഈ കുഞ്ഞു തൃക്കയ്യിൽ എന്തോ നൽകേണ്ടു ഞാൻ. എന്താ നൽകേണ്ടത്? നമ്മളുടെ ഈ ഒരു ജീവിതം തന്നെ അവനവൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു നമ്മളുടെ ഈ ജീവിതം നമ്മളുടെ കയ്യിലുണ്ട്. നമ്മളുടെ മനസ്സ് നമ്മളുടെ കയ്യിലുണ്ട്. ഈ മനസ്സ്, ഈ ജീവിതം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാനുള്ള വിശേഷപ്പെട്ട ദിവസമാണ് ഏകാദശി ദിവസം. അത് നമ്മൾക്ക് സാധിക്കട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വ്രതം എപ്പോഴാണ് അവസാനിക്കുക? ഒരു ഉത്തമ ബ്രാഹ്മണർക്ക് ദക്ഷിണയോട് കൂടിയിട്ടാണ് വ്രതം അവസാനിക്കുക. ഗുരുവായൂർ ഏകാദശി മാത്രമേ ഉള്ളൂ ഇത്? അങ്ങനെയല്ല. കാരണം ഒരു മാസത്തിൽ 2 ഏകാദശി വരുന്നുണ്ട്. ആ ഏകാദശി വ്രതം എടുത്തിട്ടുള്ളവർക്കാണ് ഈ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിക്ക് പൂർണ്ണമായിട്ട് വ്രതത്തിൻ്റെ മുഴുവൻ പൂർണ്ണമായിട്ട് എപ്പോഴാണ് ഫലം കിട്ടുക? ആ ഏകാദശികൾ മുഴുവൻ വ്രതശുദ്ധിയോടുകൂടെ ജീവിച്ചിട്ടുള്ള, അങ്ങനെ ജീവിക്കുന്ന ഒരു ഭക്തന്, സാധകന് മാത്രമാണ് ഈ ഏകാദശിയുടെ പൂർണ്ണമായിട്ടുള്ള പുണ്യഫലങ്ങൾ ലഭിക്കുക എന്നും ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഒരു ഏകാദശി മാത്രമല്ല ഉള്ളത്, ബാക്കിയുള്ള ഏകാദശി 24 ഏകാദശി ഒരു വർഷത്തിലുണ്ട്. ഒരു ഏകാദശി മാത്രം നമ്മൾ വ്രതം എടുത്താൽ പോരാ. ഈ ഏകാദശി നമ്മൾക്ക് അടുത്ത ഏകാദശിക്കുള്ള പ്രചോദനമായിട്ട് മാറണം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം വയ്ക്കുക, അതായത് മഹാബ്രാഹ്മണരായിട്ടുള്ളവർക്ക് ദക്ഷിണ സമർപ്പിച്ച് അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ ആ ദ്വാദശി പണം വെക്കുന്ന സമയത്ത് അവർ കൈ ഇങ്ങനെ കൊട്ടണത് കാണാം. എന്തിനാ കൈ കൊട്ടണത്? കൈ കൊട്ടിക്കഴിഞ്ഞാൽ എന്താ? ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് കൈ കൊട്ടിക്കഴിഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ മുകളിൽ പക്ഷികളുണ്ടെങ്കിൽ പക്ഷികളെല്ലാം പറന്നു പോകും. ഇതേപോലെ അവരിങ്ങനെ കൈ കൊട്ടുന്ന സമയത്ത് നമ്മളുടെയൊക്കെ പാപങ്ങൾ മുഴുവൻ പറന്നു പോകുമെന്നാണ് പറയുക. അങ്ങനെ ആ പാപങ്ങൾ പറന്നു പോകാൻ വേണ്ടിയിട്ടാണ് അത്രേ ഈ കൈ കൊട്ടിക്കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ഈ നാമ സങ്കീർത്തനത്തിൽ കൂടെ നമ്മളുടെ പാപങ്ങളെല്ലാം പറന്നു പോകുന്നു. അതാണ് ആ ഹരി ഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോര പാപങ്ങളാം വൻഗജങ്ങൾ ദൂരത്തിൽ ഓടിമാറിയുന്നു തൽക്ഷണം പാരച്ച ഭീതിയാൽ ആകുലരായി എന്നാണ്. അപ്പോൾ ആ സിംഹത്തിൻ്റെ ഗർജനം കേട്ടാൽ എങ്ങനെയാണോ ആ ക്ഷുദ്രമൃഗങ്ങളൊക്കെ ഓടി ഒളിക്കുന്നത്, അതേപോലെ ഭഗവാന്റെ തിരുനാമമാകുന്ന സിംഹഗർജനം കേട്ടുകഴിഞ്ഞാൽ, കൃഷ്ണമന്ത്രം അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ മറ്റുള്ള പാപങ്ങളെല്ലാം ഓടി ഒളിക്കും. അപ്പോൾ നമ്മളുടെ പാപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവരാ കൈ കൊട്ടുന്ന സമയത്ത് പാപങ്ങൾ ഇല്ലാതായി തീരുന്നു. പിന്നെ വീണ്ടും ഈ പറഞ്ഞതൊന്നും അനുസരിക്കാതിരുന്നാലോ നാമം ജപിക്കില്ല, അടുത്ത ഏകാദശി ഏതാന്ന് തന്നെ അറിയില്ല. അങ്ങനെ ഒരവസ്ഥ വരുന്ന സമയത്ത് പോയ പാപങ്ങൾ വീണ്ടും നമ്മളിൽ വന്ന് ബാധിക്കും. അത് ബാധിക്കാതിരിക്കാൻ അടുത്ത ഏകാദശിയും ഇതേപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ജീവിതം സഫലമായിട്ട് മാറും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.